ഹായ് ഓൾ, എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇങ്ങനെ ബാൽക്കണിയിലോട്ടൊക്കെ നോക്കി ചുമ്മാ നിൽക്കുക. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ഇവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ട്രോട്ട് സിസ്റ്റം ഒന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ജസ്റ്റ് ജിന്ദഗിയിൽ നമ്മൾ ഖുഷ് രഹന കബി ബി ദുഃഖി നീ രഹന എന്ന് ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞു അവരുടെ കൂട്ടത്തിലെ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സിസ്റ്റർ ആപ്കോ ആവാജ് എന്താണ് എൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല സുഖമുണ്ട്, എന്തുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് സൗണ്ടൊക്കെ എടുത്ത് വിടാമെന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ജസ്റ്റ് നമുക്ക് എല്ലാത്തിനും ഒരു മടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി തിരക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളതൊന്നും ചെയ്യാനായിട്ട് തയ്യാറാകത്തില്ല. ജസ്റ്റ് ഫുഡിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ 1 മിനിറ്റ് ഒരു 15 സെക്കൻഡ് നമ്മൾ ഇടുമ്പോൾ അത് എഡിറ്റ് ചെയ്തോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ചെയ്യുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. പക്ഷേ ഒരുപാട് വീഡിയോസും അല്ലെങ്കിൽ നല്ല നല്ല പാട്ടുകളൊക്കെ പാടി വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനൊരു മനസ്സിലൊരു വിചാരം വന്നു, ഇപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് വോയിസ് എടുത്തൊരു ചുമ്മാ വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതെന്താ നമ്മുടെ മനസ്സിന് ഒരു വിഷമം പോലെ തോന്നത്തില്ല. അതുകൊണ്ട് ഞാനങ്ങ് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കണ്ടോ, നമ്മുടെ ഒത്തിരി പറവകൾ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. അവരുടെ ലൈഫ് എന്ത് രസമല്ലേ, ഇങ്ങനെ പറന്ന് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പറന്ന് നടക്കുക. അവർക്ക് നമ്മൾ മനുഷ്യന്മാരെ ഇപ്പോഴത്തെ എല്ലാവരുടെ കാര്യം വെച്ച് ചോദിച്ചാൽ പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ അവരൊരു കിളിക്കൂട്ടിൽ അല്ലെങ്കിൽ ഒരു തടവിൽ താമസിക്കുന്ന അവസ്ഥയാണ് അവരുടെയൊക്കെ. വെളിയിലിറങ്ങി അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഒരു ട്രെയിൻ പോകുന്നുണ്ടോ ഇവിടെ, ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ പാളമാണ്, ട്രെയിൻ പോകുന്ന പാളമാണ്. അപ്പോൾ എപ്പോഴും സൗണ്ട് കേൾക്കാൻ പറ്റും ട്രെയിൻ പോകുന്നത്. പക്ഷേ ഈ ട്രെയിൻ പോകുന്നത് ഭയങ്കര സൈലൻ്റായിട്ട്. ഒരു പക്ഷേ ഞാനിനി വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. പെയ്യെ പോവാണ് ആ ട്രെയിന്. ഈ ട്രെയിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു പെടച്ചിലാണ്. നാട്ടിൽ നമ്മുടെ കേരളത്തിലോട്ട് പോകാനുള്ള ഒരു തിടുക്കമൊക്കെയാണ് ട്രെയിൻ കാണും. പ്രത്യേകിച്ച് എനിക്ക് ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ കേരളത്തിലെ കാര്യങ്ങൾ ഓർക്കും. നമ്മൾ ഈ പ്രവാസികൾക്ക് എന്താണ് ഒരു സന്തോഷവും സമാധാനമുള്ള നാട്ടിലേക്ക് ഒന്ന് പോവുക വരിക, അതൊക്കെയല്ലേ നാട്ടിലെ ഫുഡുകളൊക്കെ കഴിക്കുക. നമ്മളിവിടെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ഫുഡുകളൊക്കെ കഴിച്ചല്ലേ നമ്മൾക്ക് അതൊക്കെ എന്താണൊരു സുഖം അല്ലേ. നാട്ടിലെ ചമ്മന്തിയും മീൻ വറുത്തതും ഇപ്പം തന്നെ വായി വെള്ളം വരുന്നു. ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്ന് തന്നെ ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതല്ലല്ലോ നമ്മുടെ വിഷയം. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്ത് കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലൊരു പ്രസൻറ്റ് പോയിൻ്റ് വേണം. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ നാളുകളിലൊക്കെ മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ വരുത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജോലി തിരക്ക്, നമ്മുടെ സെൽഫ് ലവ് ഒന്നും ചെയ്യാൻ നേരം കിട്ടത്തില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നടക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് കൂടും, നമ്മുടെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടാകുകയാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ശാന്തമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സൗണ്ട് വെച്ച് സംസാരിക്കുക. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാനാ, ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ദേഷ്യം വരും മനസ്സിന്. അപ്പം ഞാനങ്ങനെ തന്നെ ആയിപ്പോവും. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം. എനിക്ക് എൻ്റെ വെയിറ്റൊക്കെ കുറച്ച് നമുക്ക് നല്ല ഒരു എനർജിക്കായിട്ട് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ബ്രേക്കിൽ വന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്താൽ. അപ്പം ഞാൻ ഇപ്പം നിങ്ങളോട് എല്ലാവരോടും എന്നെ കാണുന്ന മിക്ക വീട്ടമ്മമാരായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ നല്ല സഹോദരിമാരായിരിക്കും. സഹോദരന്മാർ കാണുന്നില്ലെന്നല്ല, അവരും കാണുന്നുണ്ടായിരിക്കും. അപ്പം എനിക്ക് ഇത് ഒന്ന് മാത്രം പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മുടെ ചിന്തയുടെ അധിപൻ നമ്മളാണെന്ന് പറയാറില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന എന്തോ അതുപോലെ നടക്കത്തുള്ളൂ. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരെയും തരണം ചെയ്യണം. നമ്മളെ താഴ്ത്തുന്ന ബൈബിളിൽ തന്നെ ഒരു വാക്കില്ല, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത്
യഹോവയിൽ ആശ്രയിക്കുന്നത്. അപ്പം നമ്മൾ യഹോവയിൽ അല്ലെങ്കിൽ ഏത് മതപ്പെട്ടവരാണെങ്കിലും അവരെ വിശ്വസിച്ച് നമ്മൾ ഹാപ്പിനെസ്സായിട്ട് ജീവിക്കുക. എങ്കിൽ നമുക്ക് എന്താ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പാട്ട് കേൾക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ടെൻഷനും വിഷമങ്ങളൊക്കെ പമ്പ കിടക്കും. അപ്പം ഞാനിനിയും കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഇനി സംസാരിക്കും. ജസ്റ്റ് ഞാൻ ബ്രേക്കിന് വന്നപ്പോൾ ജസ്റ്റ് നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ചു. ഇതാര് കാണും ആര് കാണത്തില്ലെന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഞാൻ എന്നാലും പോസ്റ്റ് ചെയ്യും. കാരണം എന്താണ്, ഇങ്ങനെയൊക്കെയല്ലേ ഒരു തുടക്കം. നമുക്ക് ഓരോ വീഡിയോ ഒക്കെ ഇനി അപ്ലോഡ് ചെയ്യണ്ടേ, പഠിക്കണ്ടേ, ഓരോ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ. അപ്പം ഞാനിനി മുതൽ പഠിക്കാനായിട്ട് തീരുമാനിച്ചു, നല്ല കുട്ടിയാകാൻ തീരുമാനിച്ചു. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നിർത്തുക കേട്ടോ. നിങ്ങളുടെ ഒരു വീട്ടിലെ അങ്ങനത്തെ പോലെ എന്നെയും കാണുക. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ തട്ടിൽ നിന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.